പുഴയുടെ ഉണ്ണിക്കുളത്ത് കാട്ടാനയുടെ വിളയാട്ടം. കല്ലന്തോടൻ അബ്ദുറഹ്മാന്റെ കുലച്ച വാഴകളും കമുകുകളും കാട്ടാന നശിപ്പിച്ചു. ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാനക്കൂട്ടം വ്യാപക നാശനഷ്ടമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇന്നലെ പുലർച്ചെ 2:30ക്കും 3 മണിക്കും ഇടയിലാണ് കാട്ടാനകൾ കൃഷിയിടത്തിലെത്തിയത്. 7 സെന്റ് സ്ഥലത്ത് കൃഷി ചെയ്തിരുന്ന കർഷകന്റെ 25ഓളം വാഴകളും 15ഓളം കമുകുകളുമാണ് കാട്ടാനകൾ നശിപ്പിച്ചത്. കാട്ടുപന്നികളുടെ ശല്യം തടയാനായി 25,000-ഓളം രൂപ മുടക്കി അടുത്തിടെ കമ്പിവേലി കെട്ടിയിരുന്നുവെങ്കിലും ആനകളെത്തി കമ്പിവേലി തകർത്ത് ആനകൾ അകത്തു കടക്കുകയായിരുന്നു. ലക്ഷക്കണക്കിന് രൂപയുടെ നാശനഷ്ടമാണ് ആനകൾ വരുത്തിയിരിക്കുന്നത്. കടുത്ത വരൾച്ചയിലും കുടിക്കാൻ പോലും വെള്ളമില്ലാത്ത അവസ്ഥയിൽ വളരെ കഷ്ടപ്പെട്ട് നനച്ചു വളർത്തിയ പച്ചക്കറികളും കൃഷിയുമാണ് ഒറ്റ രാത്രി കൊണ്ട് ഇല്ലാതായത്. പ്രദേശത്ത് കാട്ടാന ശല്യം പതിവാണെന്നും മുൻപും പലതവണ ആനകളിറങ്ങി കർഷകന്റെ കൃഷിയിടം നശിപ്പിച്ചിട്ടുണ്ടെന്നും പറയുന്നു. കരുളായി മുതൽ ചക്കിക്കുഴി വരെ അടിയന്തരമായി ഫെൻസിംഗ് സംവിധാനം നടപ്പിലാക്കി കർഷകരുടെയും നാട്ടുകാരുടെയും ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാൻ അധികൃതർ ഉടനടി ഇടപെടൽ നടത്തണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഇന്നലെ വെളുപ്പിന് ഒരു 2:30-3 മണിയൊക്കെ ആയിട്ടുണ്ടാവുന്ന സമയം ഏകദേശം ആ ടൈമിൽ ഒന്നിലേറെ ആനകളുണ്ട് എന്നാണ് ഉദ്യോഗസ്ഥർ വന്നപ്പോൾ പറഞ്ഞത്. ഒന്നിലേറെ ആനകൾ വന്നിട്ട് എൻ്റെ കൃഷിസ്ഥലം ഇവിടെയുള്ള ബാക്കിലുള്ള 7 സെന്റ് സ്ഥലത്ത് ഞാൻ പ്രത്യേകം 7 സെന്റ് സ്ഥലം എടുത്തിട്ട് അത് പച്ചക്കറിയും അങ്ങനെയുള്ള കൃഷിയൊക്കെ ഉണ്ടാക്കുകയാണ്. അത് 10-25,000 രൂപ മുടക്കി പിന്നെ കമ്പി ഇട്ടതാണ് പന്നി വരുന്നതിന് ഉള്ള പ്രയാസത്തിൽ. ഇപ്പോൾ പന്നി എൻ്റെ ശല്യം കുറച്ച് കുറഞ്ഞപ്പം കമ്പി വലിയിട്ടപ്പോൾ പന്നിയുടെ ശല്യം കുറച്ച് കുറഞ്ഞു. പക്ഷെ അപ്പോൾ ആന വന്നിട്ട് ഇന്നലെ ഇവിടെ ആകെ ഈ വാഴ കംപ്ലീറ്റ് 25ഓളം വാഴയും അതുപോലെ തന്നെ 13-14ഓളം കവുങ്ങും നാശമാക്കിയിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആന ഇവിടെ സ്ഥിരമായിട്ട് വരുന്നൊരു ഏരിയയാണ്. താഴ്ഭാഗത്ത് കൂടെയൊക്കെ കഴിഞ്ഞ ബൈ ഇലക്ഷൻ്റെ മുമ്പൊക്കെ ആയിട്ട് 3-4 പ്രാവശ്യം ആന വന്നിരുന്നു. അപ്പോൾ ഇതിന് ശാശ്വതമായൊരു പരിഹാരം ഉണ്ടാകണം. ഞങ്ങൾ കർഷകരെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ് ഞങ്ങൾ കൃഷി തന്നെ ഉണ്ടാക്കി കൊണ്ടുപോവുക. വളരെ കടുത്ത വരൾച്ചയാണ് ഇപ്പോൾ ഉള്ളത്. ഈ വരൾച്ചയിൽ നിങ്ങൾക്കറിയാം വെള്ളം നമുക്ക് നനക്കാൻ ഉള്ള വെള്ളം തന്നെ വളരെ കുറവാണ്. കുടിക്കാൻ വരെ വെള്ളം കുറവാണ്. ആ സമയത്തുള്ള വെള്ളം കൊണ്ട് നനച്ചുങ്ങാണ്ട് ഈ പച്ചപ്പ് ഇങ്ങനെ നിലനിർത്തി കൊണ്ടുപോവുകയാണ്. ഇതിൻ്റെ ഇടയിലാണ് ആനയുടെ ശല്യം കൂടി. അപ്പോൾ ഇതിനൊരു ശാശ്വതമായ പരിഹാരം അധികൃതരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. കരുളായി മുതൽ ചക്കിക്കുഴി വരെ പിന്നെ ഫെൻസിങ് ഇടാനുള്ള സംവിധാനം ആയിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇതുവരെ അതൊന്നും പ്രാവർത്തികമായിട്ടില്ല. അത് ഫെൻസിങ് നടന്നാൽ മാത്രമേ ഈ വന്യമൃഗങ്ങളുടെ ശല്യത്തിൽ നിന്നും ഈ നാടും അതുപോലെ തന്നെ ജനങ്ങളും നമ്മുടെ ജീവനും സ്വത്തിനും രക്ഷയുണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് നാട്ടുകാരുടെയും ജനങ്ങളുടെയും കർഷകരുടെയും ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുന്നതിന് വേണ്ടിയുള്ള നടപടികൾ അധികൃതരുടെ ഭാഗത്തുനിന്ന് എത്രയും പെട്ടെന്ന് ഉണ്ടാവണമെന്നാണ്. ഫെൻസിംഗ് സംവിധാനം യാഥാർത്ഥ്യമായാൽ മാത്രമേ വന്യമൃഗശല്യത്തിൽ നിന്നും കർഷകർക്ക് രക്ഷ നേടാൻ സാധിക്കുമെന്ന് നാട്ടുകാർ പറഞ്ഞു. ചക്കിക്കുഴി ഫോറസ്റ്റ് സ്റ്റേഷനിൽ നിന്നും ഉദ്യോഗസ്ഥരെത്തി സ്ഥലം സന്ദർശിക്കുകയും നഷ്ടപരിഹാരം ലഭിക്കുന്നതിനുള്ള ആവശ്യമായ നടപടികൾക്കുള്ള നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തു. ന്യൂസ് ബ്യൂറോ, പൂക്കോട്ടുംപാടം. സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ്, നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്.